ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഗ്രൂപ്പ് തിയറിയിലെ ഹോമോമോർഫിസം, ഐസോമോർഫിസം, പ്രോപ്പർട്ടീസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. ഓൾറെഡി കുറെ ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്ത് വന്നു, എങ്കിലും അതിലൂടെ ഒന്നുകൂടെ നമ്മൾ കണ്ണോടിക്കുകയാണ്. അതിനോടൊപ്പം ചില റിസൾട്ടുകൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് കടക്കാം. സോ ഹോമോമോർഫിസം അല്ലെങ്കിൽ ഐസോമോർഫിസം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ബൈനറി ഓൾജിബ്രായിക് സ്ട്രക്ചറിൽ നമ്മൾ പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ബൈനറി ഓൾജിബ്രായിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു സെറ്റും അതിനോടുകൂടി ഒരു ബൈനറി ഓപ്പറേഷനും കൂടെ ഉൾപ്പെടുന്നതിനെയാണ് ബൈനറി ഓൾജിബ്രായിക് സ്ട്രക്ചർ നമ്മൾ വിളിക്കുക. അപ്പോൾ എസ് സ്റ്റാർ അതേപോലെ എസ് ഡാഷ് സ്റ്റാർ ഡാഷ് എന്ന് പറയുന്ന രണ്ട് ബൈനറി ഓൾജിബ്രായിക് സ്ട്രക്ചറുകളുണ്ട്. ഈ രണ്ട് ബൈനറി ഓൾജിബ്രായിക് സ്ട്രക്ചറുകൾ തമ്മിലുള്ള ഒരു ഹോമോമോർഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷനാണ്. എസ് എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് എസ് ഡാഷ് എന്ന് പറയുന്ന സെറ്റിലേക്കുള്ള ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ ഒരു എന്തെന്ന് പറയുക, ഹോമോമോർഫിസം എന്ന് പറയുക. വെൻ സാറ്റിസ്ഫൈങ് സം കണ്ടീഷൻ. കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫൈ ഓഫ് എക്സ് സ്റ്റാർ വൈ ഈക്വൽ ടു ഫൈ ഓഫ് വൈ സ്റ്റാർ ഡാഷ് ഫൈ ഓഫ് വൈ. അതായത് നമുക്ക് എസ് എന്ന് പറയുന്ന ഒരു സെറ്റും അവിടെ ഒരു ബൈനറി ഓപ്പറേഷനും ഉണ്ട്, സ്റ്റാർ. എസ് ഡാഷ് എന്ന് പറയുന്ന ഒരു സെറ്റും അവിടെ ഒരു ബൈനറി ഓപ്പറേഷനും ഉണ്ട്, സ്റ്റാർ ഡാഷ്. അപ്പോ എസ് എന്ന് പറയുന്ന സെറ്റിലെ രണ്ട് എലമെന്റുകളാണ് എയും ബിയും. ഓക്കെ, എയും ബിയും. അപ്പൊ എ സ്റ്റാർ ബിയും അവിടെ ഉണ്ടാവും. ഓക്കെ, ഇനി ഫൈ എന്ന് പറയുന്ന ഒരു മാപ്പ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ എസിൽ നിന്ന് എസ് ഡാഷിലേക്ക് പോകുന്ന ഒന്നാണ്. അപ്പോൾ ഫൈ ഓഫ് എയുടെ ഇമേജും ബിയുടെ ഇമേജും എവിടെ ഉണ്ടാവും? എസ് ഡാഷിൽ ഉണ്ടാവും. അപ്പോൾ ഫൈ ഓഫ് എ സ്റ്റാർ ഡാഷ് ഫൈ ഓഫ് ബി എവിടെ ഉണ്ടാവും? എസ് ഡാഷിൽ ഉണ്ടാവും. ഓക്കെ, കാരണം എസ് ഡാഷ് ഒരു ബൈനറി ഓൾജിബ്രായിക് സ്ട്രക്ചറാണ്. ഇനി ഈ ഒരു മാപ്പിനെ നമ്മൾ ഹോമോമോർഫിസം എന്ന് പറയണമെങ്കിൽ നമ്മുടെ ഈ എ സ്റ്റാർ ബിയുടെ ഇമേജ് ആരായിരിക്കണം? നമ്മുടെ ഈ ഫൈ ഓഫ് എ സ്റ്റാർ ഡാഷ് ഫൈ ഓഫ് ബി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ഫൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു ഹോമോമോർഫിസം ആണെന്ന് പറയും. ഫോർ ഓൾ എ കോമ ബി എലമെന്റ് ഓഫ് എസ്. എസിലെ ഏത് രണ്ട് എലമെന്റ് എ ബി എടുത്തു കഴിഞ്ഞാലും ഫൈ ഓഫ് എ സ്റ്റാർ ബി ഈക്വൽ ടു ഫൈ ഓഫ് എ സ്റ്റാർ ഡാഷ് ഫൈ ഓഫ് ബി ആണെങ്കിൽ നമ്മൾ ഫൈനെ ഹോമോമോർഫിസം എന്ന് പറയും. ഇനി ഈ ഒരു ഫംഗ്ഷൻ എസ് എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് എസ് ഡാഷ് എന്ന് പറയുന്ന സെറ്റിലേക്കാണ്. ഈ ഒരു ഫംഗ്ഷന് ഒരു 1-1ഉം ഓൺടൂനെസ്സും ഉണ്ടെങ്കിൽ, 1-1ഉം ഓൺടൂനെസ്സും ഉണ്ടെങ്കിലാണ് നമ്മൾ എന്താ പറയാ, ഈ ഹോമോമോർഫിസത്തിനെ നമ്മളൊരു ഐസോമോർഫിസം ആണെന്ന് പറയും. ഐസോമോർഫിസം ആണ് നമ്മൾ പറയും. ഓക്കെ, അപ്പം S star, S dash star be binary algebraic structure and isomorphism of S with S dash is a 1-to-1 function. Phi map S onto S dash. 1-1 function ആയിരിക്കണം, onto-ness ഉണ്ടായിരിക്കണം, such that phi of x star y equal to phi of y star dash phi of y. Actually phi of x ആണ്, phi of x star dash phi of y for all x comma y element of S. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ ഒരു ഹോമോമോർഫിസം അതുപോലെ തന്നെ ഒരു ഐസോമോർഫിസം ആണെന്ന് നമ്മൾ പറയും. ഹോമോമോർഫിസം പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു സ്ട്രക്ചർ പ്രിസർവിംഗ് ആയിട്ടുള്ള ഈ ഒരു മാപ്പിനെയാണ് നമ്മൾ ആക്ച്വലി ഹോമോമോർഫിസം എന്ന് പറയുക ബിറ്റ്വീൻ ബൈനറി ഓൾജിബ്രായിക് സ്ട്രക്ചർ. അപ്പൊ ബൈനറി ഓൾജിബ്രായിക് സ്ട്രക്ചറുകൾ തമ്മിലുള്ള ഒരു പ്രോപ്പർട്ടി, ഒരു കാര്യമാണ് നമ്മുടെ ഹോമോമോർഫിസം അല്ല ഐസോമോർഫിസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതെവിടെ പറയാം? ഗ്രൂപ്പിൽ പറയാം. കാരണം ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു ബൈനറി ഓൾജിബ്രായിക് സ്ട്രക്ചറാണ്. രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ നമുക്ക് ഈ ഒരു ഹോമോമോർഫിസവും അതേപോലെ ഐസോമോർഫിസവും പറയുന്നതിൽ നമുക്ക് തെറ്റില്ല. ഓക്കെ, ഇനി നമുക്ക് ഐഡന്റിറ്റി എന്ന് പറയുന്ന എലിമെന്റ് നമുക്കറിയാം. ബൈനറി ഓൾജിബ്രായിക് സ്ട്രക്ചറിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പൊ നമുക്കറിയാം ഒരു ബൈനറി ഓൾജിബ്രായിക് സ്ട്രക്ചറിലെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സെറ്റിലെ ഏത് എലിമെന്റും നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന എന്ന് പറയുന്ന എലിമെന്റ് തമ്മിൽ ബൈനറി ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഏതെന്നെ കിട്ടണം. ഓക്കെ, അതിനെയാണ് നമ്മൾ ഐഡന്റിറ്റി എന്ന് പറയാം. അപ്പോ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്ത്? എസ് എന്ന് പറയുന്ന ബൈനറി ഓൾജിബ്രായിക് സ്ട്രക്ചറിൽ നിന്ന് എസ് ഡാഷിലേക്കുള്ള ഒരു ബൈനറി ഓൾജിബ്രായിക് സ്ട്രക്ചറിലേക്കുള്ള ഒരു ഹോമോമോർഫിസം ആണ് ഫൈ എങ്കിൽ നമ്മുടെ എസിലെ ഐഡന്റിറ്റിയുടെ ഇമേജ് ഫൈ ഓഫ് ഇ എന്ന് പറയുന്ന ഒരു എലിമെന്റ് എന്തായാലും എസ് ഡാഷിൽ ഉണ്ടാവും. അത് എസ് ഡാഷിലെ ഐഡന്റിറ്റി ആയിട്ട് ആക്ട് ചെയ്യും. അതാണ് ഈ ഒരു തിയറം പറയുന്നത്. ഇത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്, ക്ലാസ്സിൽ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്.
star b, suppose star b an identity, suppose star has an identity element E 4 star and phi from S to S dash is an isomorphism of S star with S dash star dash. Then phi of E, the image of E, is an identity element of the binary operation star dash on S dash. അതായത് എസ് എന്ന് പറയുന്ന ഒരു ബൈനറി ഓൾജിബ്രായിക് സ്ട്രക്ചർ ഉണ്ട്, എസ് ഡാഷ് എന്ന് പറയുന്ന ഒരു ബൈനറി ഓൾജിബ്രായിക് സ്ട്രക്ചർ ഉണ്ട്. ഇവർ തമ്മിലുള്ള ഒരു ഐസോമോർഫിസം ആണ് ഫൈ എങ്കിൽ എസിലെ ഐഡന്റിറ്റിയുടെ ഇമേജ് എന്ന് പറയുന്നത് എസ് ഡാഷിന് ഒരു ഐഡന്റിറ്റി ആയി മാറും. അപ്പൊ ഒരു ഐഡന്റിറ്റി ഉണ്ടെങ്കിൽ ഒന്നേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ ഒരു ഐഡന്റിറ്റിയുടെ ഇമേജ് ഇതായിരിക്കും, ഐഡന്റിറ്റി ആയിരിക്കും. അപ്പൊ നമുക്ക് എന്താ പറയാം, നമുക്ക് ഗ്രൂപ്പിലും ഇതേ കാര്യം തന്നെ പറയാം. ഇപ്പൊ ഗ്രൂപ്പില് ജി എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഒരു ഐഡന്റിറ്റി ഉണ്ട്, ജി ഡാഷ് എന്ന് പറയുന്ന ഗ്രൂപ്പിലെ ജിയിൽ നിന്ന് ജി ഡാഷിലേക്കുള്ള ഒരു ഹോമോമോർഫിസം അല്ലെങ്കിൽ ഒരു ഐസോമോർഫിസം ആണ് ഫൈ എന്ന് തന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഫൈ ഓഫ് ഇ എന്ന് പറയുന്നത് എന്തായിരിക്കും, ജി ഡാഷിലെ ഐഡന്റിറ്റി ആവും. അല്ലെങ്കിൽ ഐഡന്റിറ്റീനെ ജി ഡാഷിലെ ഐഡന്റിറ്റിയിലേക്ക് മാപ്പ് ചെയ്യാത്ത ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ നമുക്കത് എന്താ ആവൂല എന്ന് പറയാം. അങ്ങനെയുള്ള ഫംഗ്ഷൻസ് ഐസോമോർഫിസം ആവില്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇതെന്ത്, G1 എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്ന് G2ലേക്ക് ഉള്ള ഒരു ഐസോമോർഫിസം ആണ് ഫൈ എങ്കിൽ അപ്പോൾ അതൊരു 1-on-2 മാപ്പ് ആണ്. അപ്പം ഇൻവേഴ്സ് ഫംഗ്ഷൻ G2വിൽ നിന്ന് G1ലേക്ക് ഉണ്ടാവും. ഈ ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്താകും, G2വിൽ നിന്ന് G1ലേക്കുള്ള ഒരു ഐസോമോർഫിസം ആയി മാറും എന്ന കാര്യവും നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ് ഈ സ്ലൈഡിലുള്ളത്. അതായത് G1 star 1 G2 star 2 രണ്ട് ഗ്രൂപ്പുകളാണ്. A homomorphism from G1 star 1 to G2 star 2 is a function phi from G1 to G2 satisfying phi of x star 1 y equal to phi of x star 2 phi of y. If that isomorphism is a bijection or bijective map, then it is an isomorphism or it is an isomorphism. ഒരു ബൈജക്റ്റീവ് ഹോമോമോർഫിസം ആണെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷനെയാണ് നമ്മൾ എന്ന് വിളിക്കുക, നമ്മൾ ഐസോമോർഫിസം എന്ന് വിളിക്കുക. ഇപ്പൊ G1 star 1ഉം G2 star 2 ഐസോമോർഫിക് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു നൊട്ടേഷൻ വഴിയാണ് സാധാരണ അത് റെപ്രസെന്റ് ചെയ്യാറ്. ഓക്കെ, ഇനി നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്, രണ്ട് ഗ്രൂപ്പുകൾ ഐസോമോർഫിക് ആണെങ്കിൽ ഒന്ന് കമ്മ്യൂട്ടേറ്റീവ് ആണെങ്കിൽ മറ്റേ ഗ്രൂപ്പ് എന്തായിരിക്കും, കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കും. ഇനി ഏത് ഗ്രൂപ്പിൽ നിന്നും ഏത് ഗ്രൂപ്പിലേക്കും പറയാൻ പറ്റുന്ന ഒരു ഹോമോമോർഫിസം ആണ് എന്ത്, ഏത് എലമെന്റിനെയും G1ലെ ഏത് എലമെന്റിനെയും ഇതിലേക്ക് മാപ്പ് ചെയ്യുക, G2ലെ ഐഡന്റിറ്റിയിലേക്ക് മാപ്പ് ചെയ്യുക എന്നുള്ള ആ ഒരു ഫംഗ്ഷൻ നമ്മൾ അതൊരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ പോലെയാണ് വരിക. ആ ഫംഗ്ഷൻ എന്തായി മാറും, ഏത് ഗ്രൂപ്പിൽ നിന്നും ഏത് ഗ്രൂപ്പിലേക്കുമുള്ള ഒരു ഹോമോമോർഫിസം ആണ്. അതിനാണ് നമ്മൾ ട്രിവിയൽ ഹോമോമോർഫിസം എന്ന് പറയാം. കാരണം ഏത് രണ്ട് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഹോമോമോർഫിസം എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഹോമോമോർഫിസം, ഓക്കെ, ഇതൊരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ പോലെയാണ് വരിക, ഹോമോമോർഫിസം ആണ്. രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ ഏത് രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഹോമോമോർഫിസം ആണ് എന്ത്, ട്രിവിയൽ ഹോമോമോർഫിസം. എന്താണ് ആ മാപ്പിങ്, അപ്പൊ G1 എന്ന് പറയുന്ന ഗ്രൂപ്പിലെ എല്ലാ എലമെന്റിന്റെയും G2 എന്ന് പറയുന്ന ഗ്രൂപ്പിലെ ഐഡന്റിറ്റിയിലേക്ക് നമ്മൾ മാപ്പ് ചെയ്യും. ഓക്കെ, സോ നമ്മൾ എക്സാമ്പിളുകൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. R വിത്ത് റെസ്പെക്ട് ടു അഡീഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പും നോൺ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് വിത്ത് റെസ്പെക്ട് ടു മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പും ഐസോമോർഫിക് ആണ്. നമുക്ക് a⁻x a≠0 ആയിട്ടുള്ള a⁻x എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതെന്താകും, ഒരു ഹോമോമോർഫിസം ആകും. അതേപോലെ തന്നെ ഒരു 1-1-2 മാപ്പും ആവും. അതുകൊണ്ട് അതെന്താകും, ഐസോമോർഫിസം ആയി മാറും കണ്ടിട്ടുള്ളൂ. ഇൻ പർട്ടിക്കുലർ നമ്മൾ phi of x equal to e⁻x ഒക്കെ ഗ്രാഫ് ഒക്കെ നമ്മൾ ക്ലാസ്സിൽ വരച്ചിരുന്നു. ഇനി അതേപോലെ തന്നെ സെറ്റ് ഓഫ് ഓൾ ഇന്റീജേഴ്സ് വിത്ത് റെസ്പെക്ട് ടു അഡീഷനും അതിന്റെ ഒരു സബ് ഗ്രൂപ്പ് ആയിട്ടുള്ള 2z വിത്ത് റെസ്പെക്ട് ടു അഡീഷനും എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവർ തമ്മിൽ ഐസോമോർഫിക് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമുക്ക് ഏത് മാപ്പ് ഡിഫൈൻ ചെയ്യാം, ഇസഡിൽ നിന്ന് 2zലേക്ക് നമുക്ക് phi of a equal to 2a എന്നുള്ള മാപ്പ് ഡിഫൈൻ ചെയ്താൽ ഇതൊരു 1-1-1-2 അഡീഷനിലാണ് ഇവർ രണ്ട് ഗ്രൂപ്പ് ആയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഈ സ്ട്രക്ചറും പ്രിസർവ് ചെയ്യും. അതായത് phi of a plus b എന്ന് പറയുന്നത് 2 into a plus b ആയിട്ട് വരുന്നത് കൊണ്ട് നമുക്ക് 2a plus 2b എന്ന് എഴുതാൻ പറ്റുന്നത് കൊണ്ട് നമുക്ക് phi of a plus phi of b എന്ന് എഴുതാൻ പറ്റും. അപ്പൊ അതൊരു ഹോമോമോർഫിസം ആയി മാറും. പിന്നെ ഇതൊരു 1-1-1-2 മാപ്പാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ phi എന്ന് പറയുന്നത് ഒരു ഐസോമോർഫിസം, അതായത് ഒരു ഗ്രൂപ്പ് അതിന്റെ സബ് ഗ്രൂപ്പിനോട് തന്നെ ഐസോമോർഫിക് ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ്.
നമുക്ക് അങ്ങനെ ഇല്ല, അങ്ങനെ സാധിക്കില്ല എന്ന് നമുക്ക് തോന്നുമെങ്കിലും പക്ഷെ അങ്ങനെ പറ്റും. അതായത് ഒരു ഗ്രൂപ്പിന് അതിന്റെ സബ് ഗ്രൂപ്പിനോട് എന്ത് ചെയ്യാൻ പറ്റും, ഐസോമോർഫിക് ആകാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിനുള്ള ഒരു എക്സാമ്പിൾ കൂടിയാണ് ഈ ഒരു പർട്ടിക്കുലർ എക്സാമ്പിൾ. ഇനി ഈ സെറ്റ് ടു വിത്ത് റെസ്പെക്ട് ടു അഡീഷൻ മോഡുലോ 2 രണ്ട് എലമെന്റ് ഉള്ള ഗ്രൂപ്പാണ്. അതുപോലെ 1 - 1 വിത്ത് റെസ്പെക്ട് ടു മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു രണ്ട് എലമെന്റ് ഉള്ള ഗ്രൂപ്പാണ്. ഈ രണ്ട് ഗ്രൂപ്പുകളും ഐസോമോർഫിക് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. then ഇതിന്റെ ഗ്രൂപ്പ് ടേബിൾ വെച്ചിട്ട്, കാരണം രണ്ടും ഒരേപോലെ ബിഹേവ് ചെയ്യുന്ന ഒബ്സർവേഷൻ നമുക്ക് അറിയാം. ഇനി ഈ രണ്ട് ഗ്രൂപ്പുകൾ, അതായത് സെറ്റ് ഓഫ് ഓൾ ഇന്റീജേഴ്സ് വിത്ത് റെസ്പെക്ട് ടു അഡീഷനും റിയൽ നമ്പേഴ്സ് വിത്ത് റെസ്പെക്ട് ടു അഡീഷനും ഐസോമോർഫിക് അല്ലാത്ത രണ്ട് ഗ്രൂപ്പുകളാണ്. കാരണം ഇവര് തമ്മിൽ ഒരു ഐസോമോർഫിസം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സെറ്റ് ഓഫ് ഓൾ ഇന്റീജേഴ്സിൽ നിന്നും റിയൽ നമ്പേഴ്സിലേക്കുള്ള ഒരു 1 1 2 മാപ്പ് നമുക്ക് കിട്ടും. അപ്പം അങ്ങനെ സാധിക്കില്ല, കാരണം ഈ സെറ്റ് ഓഫ് ഓൾ ഇന്റീജേഴ്സിൽ നിന്നും റിയൽസിലേക്കുള്ള 1 1 2 മാപ്പ് എന്ന് പറയുമ്പോൾ ഈ φ(z) നമുക്ക് ഒരിക്കലും R ആയിട്ട് കിട്ടില്ല. ഓക്കെ, നമുക്കത് എന്താണ് പറഞ്ഞാൽ ഒരു കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന കാര്യം അവിടെ ഫെയിൽ ആവും. അതായത് ഒരു സെറ്റ് കൗണ്ടബിളും ഒരു സെറ്റ് അൺകൗണ്ടബിളും ആയിരുന്നു ഒരു 1 1 2 മാപ്പ് എക്സിസ്റ്റ് ചെയ്യില്ല. അല്ലെങ്കിൽ ഈ രണ്ട് സെറ്റുകളുടെയും കാർഡിനാലിറ്റി ഡിഫറെന്റ് ആണ് എന്നുള്ള ഒരു കാര്യം വെച്ചിട്ടാണ് നമ്മളത് കൺക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ കുറച്ചൊന്ന് ഹോമോമോർഫിസത്തിൽ നിന്ന് ഒന്ന് ഡിബേറ്റ് ചെയ്യുവാണ്. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്ന ഓർഡർ ഓഫ് എ ഗ്രൂപ്പ്, അതേപോലെ ഓർഡർ ഓഫ് ആൻ എലമെന്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ. ഒരു ഗ്രൂപ്പിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്, ആ ഗ്രൂപ്പിൽ എത്ര എലിമെന്റ്സ് ഉണ്ടോ അതാണ് ആ ഗ്രൂപ്പിന്റെ ഓർഡർ. ഇനി ഒരു എലമെന്റിന്റെ ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എലമെന്റിനെ അതിനോട് തന്നെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യത്തെ പ്രാവശ്യം എപ്പോഴാണോ ഐഡന്റിറ്റി കിട്ടുന്നത് എത്ര പ്രാവശ്യം നമ്മൾ ഓപ്പറേറ്റ് ചെയ്തു എന്നുള്ള ആ എണ്ണത്തിനെയാണ് ആ എലമെന്റിന്റെ ഓർഡർ എന്ന് പറയാം. അതായത് നമ്മൾ ഒരു എലമെന്റ്, ഒരു ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിലെ ഒരു എലമെന്റ് എടുത്തു. A⁻1 എന്ന് പറയുന്നത് A ആണല്ലോ. ഓക്കെ, A⁻2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A*A നമ്മൾ ഗ്രൂപ്പിലെ ഓപ്പറേഷൻ ആണ് സ്റ്റാർ. ഓക്കെ, അപ്പൊ A² എന്ന് നമ്മൾ അടയാളപ്പെടുന്നത് A*A ആണ്. അത് A² നമ്മൾ പറയുന്നു. അതേപോലെ A³ നമ്മൾ എഴുതുന്നു. അതുപോലെ A⁴ എഴുതുന്നു. സപ്പോസ് നമുക്ക് A⁵ എഴുതിയപ്പോൾ നമുക്ക് ഐഡന്റിറ്റി കിട്ടിയെന്ന് വിചാരിക്കാം. അതിന് മുമ്പൊന്നും ഐഡന്റിറ്റി കിട്ടിയിട്ടേ ഇല്ല. അതായത് A⁻1 ഐഡന്റിറ്റി അല്ല, A⁻2 ഐഡന്റിറ്റി അല്ല, A⁻3 ഐഡന്റിറ്റി അല്ല, A⁴ ഐഡന്റിറ്റി അല്ല. പക്ഷെ A⁵ ഐഡന്റിറ്റി കിട്ടി. അപ്പൊ നമ്മൾ പറയും ഈ 5 എന്ന് പറയുന്ന നമ്പറാണ് A എന്ന് പറയുന്ന എലിമെന്റിന്റെ ഓർഡർ. അതിനെ നമ്മൾ O of A അല്ലെങ്കിൽ മോഡുലസ് ഓഫ് എ എന്നൊക്കെ അടയാളപ്പെടുത്തും. അത് 5 നമ്മൾ പറയും. അതായത് എനെ നോട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യും. മൾട്ടിപ്ലൈ അല്ല, ഏതാണോ ബൈനറി ഓപ്പറേഷൻ അത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യത്തെ പ്രാവശ്യം എപ്പോഴാണോ ഐഡന്റിറ്റി കിട്ടുക, അങ്ങനെ എത്ര പ്രാവശ്യം ആ എനെ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അതിനെയാണ് നമ്മൾ, ആ നമ്പറിനെയാണ് നമ്മൾ എലമെന്റിന്റെ ഓർഡർ എന്ന് പറയും. ചിലപ്പോൾ ഒരു ഗ്രൂപ്പിൽ അങ്ങനെ സംഭവിക്കാതിരിക്കാം. അതായത് എനോട് നമ്മളിങ്ങനെ എത്ര പ്രാവശ്യം ബൈനറി ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാലും ഐഡന്റിറ്റിയിലേക്ക് എത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും. ആ സമയത്ത് നമ്മൾ പറയും എലമെന്റിന്റെ ഓർഡർ ഒരു ഇൻഫിനിറ്റ് ആണെന്ന് പറയും. ഇൻഫിനിറ്റി അല്ല, ദാറ്റ് എലമെന്റ് എ ഈസ് സെഡ് ടു ഹാവ് ഇൻഫിനിറ്റ് ഓർഡർ എന്ന് നമ്മൾ പറയും. ഓക്കെ, സോ എക്സാമ്പിൾസ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഈ ഒരു സ്ലൈഡിൽ ഞാൻ കുറെ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. സെഡ് 2 എന്ന് പറയുന്ന ഗ്രൂപ്പിൽ, അതായത് 0 1 അഡീഷൻ മോഡുലോ 2 ഓർഡർ ഓഫ് 0 എന്ന് പറയുന്നത് 1 ആണ്. കാരണം 0⁻1 0 ആണ്. അതായത് ഈ ഗ്രൂപ്പിലെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ആരാണ്? 0 ആണ്. ഓക്കെ, അപ്പം 0⁻1 0 എന്ന് പറയുന്ന ഈ എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ 0⁻1 എന്ത് കിട്ടും? 0 ആണ്. അതുകൊണ്ട് 1 ആണ് 0 ഓർഡർ. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഒരു ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ഐഡന്റിറ്റി ഇതിലെ എലമെന്റ് ആണ്. E⁻1 എന്ന് പറയുന്നതാണ് ഈ, അല്ലെ? അപ്പം ഏറ്റവും ആദ്യത്തെ പ്രാവശ്യം ഈയുടെ ഓർഡർ, അല്ലെങ്കിൽ ഈനോട് തന്നെ ഓപ്പറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ ഈയുടെ ഓർഡർ എന്താവും? നമുക്ക് 1 ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ ഐഡന്റിറ്റിയുടെ ഓർഡർ എപ്പോഴും 1 ആണ്. ഇനി 1 എന്ന് പറയുന്ന Z2 എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം 1 ആണ്. 1⁻2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1നെ 1നോട് 2 പ്രാവശ്യം ഓപ്പറേറ്റ് ചെയ്യാന്നാണ് അർത്ഥം. ഇവിടെ പ്ലസ് എന്ന് പറയുന്ന അഡീഷൻ മോഡുലോ 2 ആണ്. അപ്പൊ നമുക്ക് 0 കിട്ടും, ഐഡന്റിറ്റി കിട്ടും. അപ്പോ ഓർഡർ ഓഫ് 1 എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, ഇനി ഇവിടുത്തെ ഐഡന്റിറ്റി Z4 വിത്ത് റെസ്പെക്ട് ടു അഡീഷൻ മോഡുലോ 4. ഇവിടുത്തെ ഐഡന്റിറ്റി 0 ആണ്. 0 ഓർഡർ എന്തായാലും 1 ആണ്.
വണ്ണിനെ നമുക്കറിയാം 1:1 ആണ്, 1:2 എന്ന് പറയുന്നത് 1+1 ആണ്, ഇത് 2 ആണ്. 1:3 1+1+1 3 ആണ്. 1:4 1+1+1+1 4 ആണ്, അത് 0 ആണ്. അപ്പോൾ ഓർഡർ ഓഫ് 1 എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. അതുപോലെ 2 എടുത്തു കഴിഞ്ഞാൽ 2+2 2:1 2 ആണ്. 2+2 എന്ന് പറയുന്നത് 4 ആയിട്ട് വരും, അതായത് 0 ആയിട്ട് വരും. അതായത് 2 സ്ക്വയർ ആണ് 0. അപ്പൊ 2ന്റെ ഓർഡർ 2 ആണ്. ഓർഡർ ഓഫ് 3 അതേപോലെ 4 ആണ്. 3നെ 4 പ്രാവശ്യം ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് 0യിൽ എത്തുക. ഓക്കെ. ഇനി V4 എന്ന് പറയുന്ന ഗ്രൂപ്പ് നമുക്ക് പറയാം. Q8 ഓൾറെഡി കണ്ടായിരുന്നു. ഇതിനകത്ത് ഈ എലമെന്റ്സിന്റെ ഒക്കെ 1ന്റെ ഓർഡർ 1, -1ന്റെ ഓർഡർ 2, ബാക്കി എലമെന്റ്സിന്റെ ഒക്കെ ഓർഡർ 4 ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് Q8 എന്ന് പറയുന്നത്. അതൊരു നോൺ അബെലിയൻ ഗ്രൂപ്പാണ്, നമുക്കറിയാം, ഓഫ് ഓർഡർ 8. ഇനി നമുക്ക് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് വിത്ത് റെസ്പെക്ട് ടു അഡീഷനിൽ 0 ഐഡന്റിറ്റി എലമെന്റ് ആണ്, അതിന്റെ ഓർഡർ 1 ആണ്. സെറ്റ് ഓഫ് ഇന്റീജേഴ്സ് വിത്ത് റെസ്പെക്ട് ടു അഡീഷനിലെ ഐഡന്റിറ്റി എലമെന്റ് 0 ആണ്, അതിന്റെ ഓർഡർ 1 ആണ്. GL2R എന്ന് പറയുന്നത് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ഗ്രൂപ്പ് ആണ്. സെറ്റ് ഓഫ് ഓൾ 2x2 ഇൻവേർട്ടബിൾ മെട്രിക്സസ്, ദാറ്റ്സ് എ നോൺ കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പ്, നമുക്കറിയാം. അതിൽ ഇങ്ങനെ ഒരു മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ 1 കിട്ടും. അപ്പൊ ഈ മെട്രിക്സ് GL2Rലെ മെമ്പർ ആണ്. അപ്പോ എ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? 0 -1 1 0 0 -1 1 0. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് -1 0 0 -1 കിട്ടും. എ ക്യൂബ് എടുക്കുമ്പോൾ 0 -1 1 0 -1 0 0 -1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 0 1 -1 0 കിട്ടും. A⁴ എടുക്കുമ്പോൾ എന്ത് കിട്ടും? 0 -1 1 0 ഇൻറ്റു 0 1 -1 0 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1 0 0 1 എന്ന് നമുക്ക് കിട്ടും. അതായത് ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടും. അതായത് A⁴ ആണ് എന്ത് ഐഡന്റിറ്റി ആയിട്ട് വരിക ഏറ്റവും ആദ്യത്തെ പ്രാവശ്യം. അപ്പം A⁴ ഐഡന്റിറ്റി ആയതുകൊണ്ട് തന്നെ A⁸ ഐഡന്റിറ്റി ആയിരിക്കും കേട്ടോ. ഓക്കെ. അപ്പം A⁴ ആണ് ഏറ്റവും ആദ്യത്തെ പ്രാവശ്യം എയുടെ പവർ ഐഡന്റിറ്റി കിട്ടുക, അതുകൊണ്ട് ഓർഡർ 4 ആണ്. പക്ഷെ ഈ മെട്രിക്സിനെ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐഡന്റിറ്റി കിട്ടും. അപ്പൊ ഈ മെട്രിക്സിന്റെ ഓർഡർ 2 ആണ്. അതായത് ഇതൊക്കെ ഇൻഫിനിറ്റ് ഗ്രൂപ്പാണ്. അതായത് ഗ്രൂപ്പിന്റെ ഓർഡർ ഇൻഫിനിറ്റ് ആണ്. അവിടെയും എലമെന്റ്സിന്റെ ഓർഡർ വേണമെങ്കിൽ ഫൈനൈറ്റ് വരാം. ഓക്കെ, അവിടെയും എലമെന്റ്സിന്റെ ഓർഡർ എന്ത് വരാം? ഫൈനൈറ്റ് വരാം. ഇപ്പുറത്തെ ടേബിൾ നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതൊക്കെ ഇൻഫിനിറ്റ് ഗ്രൂപ്പുകളാണ്. ഇവിടെയൊക്കെയുള്ള ഈ എലമെന്റുകളുടെ ഓർഡർ ഇൻഫിനിറ്റ് ആണ്. അതായത് ഒരു ഇൻഫിനിറ്റ് ഗ്രൂപ്പിൽ എലമെന്റ്സിന്റെ ഓർഡർ ഇൻഫിനിറ്റും വരാം, ഫൈനൈറ്റും വരാം. അപ്പം ഈ പറഞ്ഞ സെറ്റ് ഓഫ് ഓൾ ഇന്റീജേഴ്സ് വിത്ത് റെസ്പെക്ട് ടു അഡീഷനിലെ 1 സെറ്റിലെ മെമ്പറാണ്. 1നെ എത്ര പ്രാവശ്യം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടാൻ പോണില്ല, അല്ലേ? അപ്പം നമ്മൾ പറയും അങ്ങനത്തെ എലമെന്റിനെയാണ് എലമെന്റ്സ് ഓഫ് ഇൻഫിനിറ്റ് ഓർഡർ നമ്മൾ പറഞ്ഞത്. അപ്പൊ ആ ഗ്രൂപ്പിന്റെ ഓർഡർ ഇൻഫിനിറ്റി നമ്മൾ ആക്ച്വലി എഴുതാറില്ല, എലമെന്റ് ഓഫ് ഇൻഫിനിറ്റ് ഓർഡർ എന്ന് നമ്മൾ പറയാം. 1 ഈസ് ആൻ എലമെന്റ് ഓഫ് ഇൻഫിനിറ്റ് ഓർഡർ. ഓക്കെ, ഇൻഫിനിറ്റ് ഓർഡർ. അതേപോലെ -3 ഈസ് ആൻ എലമെന്റ് ഓഫ് ഇൻഫിനിറ്റ് ഓർഡർ ഇൻ സെറ്റ് ആണ്. കാരണം -3നെ എത്ര പ്രാവശ്യം ആഡ് ചെയ്താലും ഇവിടുത്തെ ഐഡന്റിറ്റി 0 നമുക്ക് കിട്ടില്ല. ഓക്കെ, ഇവിടുത്തെ ഐഡന്റിറ്റി 0 ആണ്. ഇവിടെയും 1നെ എത്ര പ്രാവശ്യം ആഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് 0 കിട്ടില്ല. Q വിത്ത് റെസ്പെക്ട് ടു അഡീഷനിൽ ഹാഫ് ഒരു ഇൻഫിനിറ്റ് എലമെന്റ് ഓർഡർ ആണ്. കാരണം 1/2നെ എത്ര പ്രാവശ്യം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടില്ല? നമുക്ക് ഐഡന്റിറ്റി കിട്ടില്ല. ഇനി GL2Rൽ ഈ 2 1 0 1 എന്ന് പറയുന്ന മെട്രിക്സിനെ നമ്മൾ എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് ഐഡന്റിറ്റിയിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല. അപ്പൊ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് ഓരോ ഇത് A ആണെങ്കിൽ A⁻n നമ്മളൊരു പാറ്റേൺ കിട്ടും. ഓക്കെ, ആ പാറ്റേണിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ ഒരു എൻട്രി വരും. ഈ എൻട്രി ഒരിക്കലും 1 ആകില്ല. ഓക്കെ, അപ്പോ അതുകൊണ്ട് തന്നെ ഈ മെട്രിക്സിന്റെ ഒരു പവറും ഐഡന്റിറ്റി ആവില്ല. അതുകൊണ്ട് ഈ മെട്രിക്സിന്റെ ഓർഡറും ഈ എലമെന്റിന്റെ ഓർഡർ എന്താണ്? ഈ ഗ്രൂപ്പില് ഇൻഫിനിറ്റി ആണ്, ഇൻഫിനിറ്റ് ഓർഡർ എലമെന്റ് ആണ് നമുക്ക് വരും. ഈ ഒരു ഗ്രൂപ്പ് നമ്മൾ ക്ലെയിം ഫോർ ഗ്രൂപ്പ് എന്ന് പറയും. ഈ ഒരു ഗ്രൂപ്പിൽ നമ്മൾ ആക്ച്വലി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. അതായത് ഒരു 4 എലമെന്റ് ഉള്ള ഗ്രൂപ്പുകൾ നമുക്കുണ്ട്. ഇപ്പൊ Z4 എന്ന് പറയുന്നത് അഡീഷൻ ബോർഡിലെ ഒരു 4 എലമെന്റ് ഉള്ള ഒരു ഗ്രൂപ്പാണ്. അത് ഈ ഗ്രൂപ്പിന്റെ ഓർഡർ 4 ആണ്, നമുക്കറിയാം. അതുപോലെ 4 ഓർഡർ വരുന്ന മറ്റൊരു ഗ്രൂപ്പാണ് ഈ ക്ലെയിം ഫോർ ഗ്രൂപ്പ് എന്ന് പറയും. ക്ലെയിം ഫോർ ഗ്രൂപ്പ് ഇങ്ങനെ ക്ലെയിം ഫോർ ഗ്രൂപ്പ് VRR ഗ്രൂപ്പ്
അങ്ങനെയൊക്കെ നമ്മൾ ഇതിനെ വിളിക്കും. ഓക്കെ, V4 അല്ല K4 എന്നൊക്കെയാണ് ഇത് സാധാരണ അടയാളപ്പെടുന്നത്. ഓക്കെ, അതായത് 4 എലമെന്റ് ഉള്ള ഒരു സെറ്റ്. അങ്ങനത്തെ ആ സിമ്പിൾസിനെ ഒരു ഐഡന്റിറ്റിനെ നിന്നും ബാക്കി സിമ്പിൾസുകളെ ABC എന്നും അടയാളപ്പെടുത്തിയെന്ന് മാത്രം. അപ്പൊ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഇതിൽ വിളിക്കാം. ഇതിനെ 1 2 3 എന്ന് വേണമെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ 0 1 2 എന്ന് വിളിക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും വിളിക്കാം. ഓക്കെ, ഇനിവേ ഒരു 4 എലമെന്റുള്ള ഓർഡറാണ്. ഓപ്പറേഷൻ ഇതാണ് ടേബിൾ. ഓക്കെ, അപ്പൊ അറിയാം നിങ്ങൾക്ക് നമ്മൾ നോക്കൂ, സ്ക്വയർ എന്ന് പറയുന്നത് ആണ്. ഇനോട് ഇന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ ആ എലിമെന്റ് കിട്ടും. അപ്പൊ അതായത് ആണ് ഐഡന്റിറ്റി. ഓക്കെ, ഇങ്ങനെ കോളത്തിലും ഇനോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ എലിമെന്റ് തന്നെ കിട്ടുന്നു. അപ്പൊ ആണ് ഐഡന്റിറ്റി. ഇനി എ സ്ക്വയർ എയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഐഡന്റിറ്റി കിട്ടുന്നു. ബിയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐഡന്റിറ്റി കിട്ടുന്നു. സിയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐഡന്റിറ്റി കിട്ടുന്നു. അത് ABC ഐഡന്റിറ്റി അല്ല, പക്ഷേ എ സ്ക്വയറും ബി സ്ക്വയറും സി സ്ക്വയറും ഒക്കെ എന്താണ് ഐഡന്റിറ്റിയാണ്. അതായത് ഓരോ ഈ എന്റെ ബിന്റെ സിന്റെ ഒക്കെ ഓർഡർ 2 ആയിട്ട് വരും. ഓക്കെ, ഇനി AB എന്ന് പറയുന്നത് സി ആണ്. ഓക്കെ, AB എന്ന് പറയുന്നത് സി ആണ്. ഓക്കെ, അതുപോലെ AC എന്ന് പറയുന്നത് ബി ആണ്. അതുപോലെ A എന്ന് പറയുന്നതും സി ആണ്. BC എന്ന് പറയുന്നതും A ആണ്. അതായത് ABയും BAയും സെയിം ആണ്, അത് സി ആണ്. ഇതിനകത്ത് വരാത്ത ആളാണോ ഇത്. അങ്ങനെ ബാക്കിയുള്ള എലിമെന്റ്, അതായത് ഒരു കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പാണ്. പിന്നെ ഏത് രണ്ട് ഡിഫറെന്റ് എലിമെന്റ് ഓപ്പറേറ്റ് ചെയ്താലും മറ്റേ എലിമെന്റിലേക്കാണ് അസൈൻ ചെയ്യുന്നത്. അതായത് ഒരു 4 എലിമെന്റ് ഉള്ള ഓർഡറാണ്. ഗ്രൂപ്പിന്റെ ഓർഡർ 4 ആണ്. B4ന്റെ ഓർഡർ 4 ആണ്. അബിലിയൻ ഗ്രൂപ്പ് ആണ്. നോൺ ഐഡന്റിറ്റി എലിമെന്റ്സിന്റെ എല്ലാം ഓർഡർ 2 ആണ്. എയുടെയും ബിയുടെയും സിയുടെ എല്ലാം ഓർഡർ 2 ആണ്. ഇനി സൈക്ലിക്കും ഐസോമോർഫിക്കും Z2 ക്രോസ് Z2 എന്താന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. അത് നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, നമുക്ക് അതിനെപ്പറ്റി പിന്നെ ഡീൽ ചെയ്യാം. എനിവേ നമ്മുടെ നിലവിലുള്ള അറിവ് വെച്ച് ഇതൊരു 4 ഓർഡർ ഗ്രൂപ്പാണ്, അബിലിയൻ ഗ്രൂപ്പാണ്. എല്ലാ നോൺ ഐഡന്റിറ്റി എലിമെന്റ് 2 ആണ്. ഓക്കെ, പക്ഷെ Z4ഉം ഈ ഗ്രൂപ്പും അപ്പൊ ഐസോമോർഫിക് ആവില്ല. കാരണം Z4ൽ നമ്മൾ ടേബിളിൽ കണ്ടു, Z4ൽ 0 1 2 3 ആണ് അല്ലെ. Z4ൽ 0 1 2 3 ആണ് എന്ത് എലിമെന്റുകൾ. അതായത് Z4ൽ 0 1 2 3 ആണ് എലിമെന്റുകൾ. ഇവിടെ ഓർഡർ ഓഫ് 0 1 ആണ്. ഓർഡർ ഓഫ് 1 4 ആണ്. ഓർഡർ ഓഫ് 3യും 4 ആണ്. ഓർഡർ ഓഫ് 2 2 ആണ്. പക്ഷെ മറ്റേ ഗ്രൂപ്പിലോ ഐഡന്റിറ്റി അല്ലാത്ത ബാക്കി എല്ലാ എലിമെന്റിന്റെ ഓർഡർ 2 ആണ്. അപ്പൊ ഒരിക്കലും Z4നോട് ഐസോമോർഫിക് ആവാത്ത ഒരു ഗ്രൂപ്പാണ് ഈ V4. ഓക്കെ, Z4നോട് ഐസോമോർഫിക് ആവാത്ത ഒരു ഗ്രൂപ്പാണ് V4 എന്ന് പറയുന്നത്. അബിലിയൻ ആണ്. ഓർഡർ 2ന്റെയും 4 ആണ്. പക്ഷെ ഇവർ രണ്ടുപേരും ഐസോമോർഫിക് ആവില്ല. കാരണം V4ൽ ഐഡന്റിറ്റി ഒഴിച്ച് ബാക്കി എല്ലാ എലിമെന്റുകളുടെയും ഓർഡർ 2 ആണ്. പക്ഷെ Z4ൽ ഒരു എലിമെന്റിന്റെ ഓർഡർ 1 ആണ്. 2 എലിമെന്റിന്റെ ഓർഡർ 4 ആണ്. ഒരു എലിമെന്റിന്റെ ഓർഡർ 2 ആണ്. ഐഡന്റിറ്റി ഒഴിച്ച് ബാക്കി എലിമെന്റ്സിന്റെ ഓർഡർ ഒക്കെ ഡിഫറെന്റ് ആണ്. ഓക്കെ, 2 എല്ലാത്തിന്റെയും 2 ആണ്. അതുകൊണ്ട് ഇതൊരിക്കലും V4 ഐസോമോർഫിക് ആകാത്ത ഒരു 4 ഓർഡറുള്ള ഗ്രൂപ്പാണ്. These are two finite groups with the same order, but they are not isomorphic. Okay. അതാണ് ക്ലെയിം 4 ഗ്രൂപ്പും Z4 രണ്ടും ഡിഫറെന്റ് ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ക്ലാസ്സിൽ. ഓക്കെ, പിന്നെ നമ്മൾ സബ് ഗ്രൂപ്പ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സബ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, ജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിന്റെ ഒരു സബ്സെറ്റ്, ജിയുടെ അതേ ഓപ്പറേഷൻ സ്റ്റാറിൽ ഈ പറഞ്ഞ സബ്സെറ്റ് ഒരു ഗ്രൂപ്പ് ആവുകയാണെങ്കിൽ നമ്മൾ പറയും വിച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി പറയും. ഇപ്പോൾ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ് വിത്ത് റെസ്പെക്ട് ടു അഡീഷനിലെ 2z 3z 4z അങ്ങനെ ഏത് NZ എടുത്തു കഴിഞ്ഞാലും ഇവരൊക്കെ എന്നിന്റെ മൾട്ടിപ്പിൾ അവരെല്ലാം എന്താവും? അവർ ഓരോരുത്തരും സബ് ഗ്രൂപ്പുകളാവും. അഡീഷൻ മോഡുലോ എൻ മൾട്ടിപ്ലി അഡീഷൻ സെറ്റ് എൻ അഡീഷൻ മോഡുലോ എൻ, അവിടെ ഏതെങ്കിലും ഒരു എലമെന്റിന്റെ മൾട്ടിപ്പിൾസ് തന്നെ എടുത്തുകൊണ്ടിരിക്കുക. അതാണ് ഇതെന്ന് ഉദ്ദേശിക്കുക. ഡി എന്ന് പറയുന്ന ഒരു എലമെന്റിന്റെ മൾട്ടിപ്പിൾസ് എലമെന്റ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊക്കെ ഓരോന്നും സബ് ഗ്രൂപ്പ് ആവും. സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ് വിത്ത് റെസ്പെക്ട് അഡീഷന്റെ 2 സബ് ഗ്രൂപ്പുകളാണ് ക്യൂ പ്ലസും സെറ്റ് പ്ലസും. വേറെ ഉണ്ട് കേട്ടോ, 2 ആണിത്. ഇനി ആർ സ്റ്റാർ മൾട്ടിപ്ലിക്കേഷന്റെ 2 സബ് ഗ്രൂപ്പുകളാണ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് വിത്ത് റെസ്പെക്ട് ടു മൾട്ടിപ്ലിക്കേഷൻ. ഇതൊരു ഫൈനൈറ്റ് സബ് ഗ്രൂപ്പാണ്. 1 - 1 വിത്ത്
അല്ലെ? 1 - 1 ഒരു മൾട്ടിപ്ലിക്കേഷന്റെ സബ് ഗ്രൂപ്പാണ്. അപ്പോൾ ഇതൊരു മറ്റൊരു ഫൈനൈറ്റ് സബ് ഗ്രൂപ്പ്. അപ്പം ഗ്രൂപ്പും സബ് ഗ്രൂപ്പുകളും നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. ഞാൻ സ്ലൈഡിലേക്ക് ചേർത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോണത് മറ്റു കുറച്ച് കാര്യങ്ങളാണ്. അതിലേക്ക് പോകാം. ഓക്കെ.